കാറൊക്കെ ആരുടെയാ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് വാങ്ങുന്നത്? ക്രേസ് അങ്കിളിനാണോ മകനാണോ? മൂത്ത മകനാണോ രണ്ടാമത്തെ മകനാണോ? ഷെൽജൂനാണ് കൂടുതൽ കാർ ക്രൈസ്. പക്ഷെ ഫാദറും അങ്ങനെ പുള്ളിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഡാഡിയുടെ ബൊലീറോ അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ബൈഷോന്റെ ഫേവറേറ്റ് കാർ ഏതാ? ഞാനിപ്പോ ഒരു XUV 700 എടുത്തു, സ്കോർപിയോ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വണ്ടികളൊക്കെ എല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ വൈറ്റ് ആണോ? എല്ലാം വൈറ്റ് എടുക്കുള്ളൂ. എന്നിട്ട് ആ വണ്ടിയൊക്കെ എന്ത്? വണ്ടി ഇവിടെ പന്തലിന്റെ പണി മാറ്റിയിട്ടിരിക്കുക. എല്ലാ സാധനങ്ങളും അതുവഴി കൊണ്ടുപോകുന്നുണ്ട്. ഇത്രയും വണ്ടികൾ കിടക്കുമ്പോഴേ ബൈച്ചേട്ടാ ഓരോ സ്ഥലത്ത് പോകുന്ന സ്ഥലത്തെ എന്താണ് അത് നോക്കിയിട്ടായിരിക്കുമല്ലോ ഒബ്വിയസ്ലി നമ്മൾ കാർ എടുക്കുന്നുണ്ടാവുക. എന്നാലും പ്രീമിയം കാർസ് പലതുള്ളപ്പോൾ അതിനകത്ത് കൺഫ്യൂഷൻ വരുമോ? വരാറുണ്ടോ? ഏതെടുക്കണം അങ്ങനെ എനിക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടില്ല. ഞാൻ ആ ഒരു പ്രീമിയം ആ ഒരു കാറ്റഗറിയിലോട്ട് എടുക്കണമെന്ന് സത്യം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല. സാധാരണ ആൾക്കാർ കൊണ്ട് നടക്കുന്ന വണ്ടീനേക്കാൾ കുറച്ചുകൂടെ മതി. അല്ലാണ്ട് ഭയങ്കര പ്രീമിയം ലെവലിലേക്ക് അങ്ങനെ കാര്യം ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ അല്ല, എന്റെ അനിയന്മാര് മക്കള് ഇവർക്കെല്ലാം കൊണ്ട് നടക്കുന്ന ചിലപ്പോൾ മാരുതി ആൾട്ടോ ഒക്കെ നടക്കുന്ന ഞങ്ങളൊരു 100 കുടുംബാംഗങ്ങളുണ്ട് മൂലംകുഴി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ സൈക്കിളിൽ നടക്കുന്നവരുണ്ട്, സ്കൂട്ടറിൽ നടക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പൊ ബ്രദർ ഒരു ബെൻസ് എടുത്തത്. അപ്പൊ ഫാദറിന്റെ ഒരു അങ്ങനെ വലിയ അങ്ങനത്തെ ഒരു പോഷ് വണ്ടി നമുക്കൊരു മീഡിയം റേഞ്ചിൽ നിൽക്കാം. അതിൽ തന്നെ കുറച്ച് ക്ലാസി ആയിട്ടുള്ള ഒരു പ്രീമിയം ലെവലിൽ നിൽക്കുന്ന എന്നുള്ള രീതിയിലുള്ളതാണ് നമുക്ക് കാണാം ഈ കാർസ് ഒക്കെ. ആ ഒരു